ഹേ ഹലോ വെൽക്കം ടു മസ്റ്റിക് ലവ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്നുള്ള റീഡിംഗ് ആണ്. സോ ഇതിനകത്ത് നമുക്ക് 4 പയലുണ്ട്. പയൽ നമ്പർ 1, പയൽ നമ്പർ 2, പയൽ നമ്പർ 3, പയൽ നമ്പർ 4. ഈ 4 പയലും നമ്മൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പയൽ ചൂസ് ചെയ്യുക. സോ ദിസ് ഇസ് ബേസിക്കലി മെസ്സേജസ് ഫ്രം ദ ഏഞ്ചൽസ്. സോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏഞ്ചൽ ആൻസേഴ്സ്, മോണോളജി കാർഡ്സ്, ഫെയറി മെസ്സേജസ്, സ്പിരിറ്റ് മെസ്സേജസ് ആൻഡ് ലവ് ഓറേക്കിൾ മെസ്സേജസ് ആണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പയൽ നമ്പർ 1, പയൽ നമ്പർ 2, പയൽ നമ്പർ 3, പയൽ നമ്പർ 4, ഇതിൻ്റെ അകത്ത് 4 പയൽസിൻ്റെ അകത്ത് ഏതും ഫേവറേറ്റ് പയൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഒരു 10 മിനിറ്റ്സിന് നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം. അതിൻ്റെ അകത്ത് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഒരു അടുപ്പം തോന്നുന്ന ഒരു പയൽ നിങ്ങളിവിടെ ചൂസ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നമ്മളുടെ ഓൾമോസ്റ്റ് ഒരു 80% ഓഫ് പീപ്പിൾ അവർ ഈ റീഡിങ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ അനാലിറ്റിക്സ് നോക്കുന്ന സമയത്ത് ഇഫ് പോസിബിൾ നിങ്ങൾ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾക്ക് ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് ഫ്രോം ദ യൂണിവേഴ്സ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം, നിങ്ങളുടെ മനസ്സിലൊരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം. ആ ഒരു കാര്യത്തിൽ ഏഞ്ചൽസിൻ്റെ തീരുമാനം എന്താണ്, ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം അതിൻ്റെ അകത്ത് ഒരു ന്യൂ ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ പോകുന്ന വഴിയിൽ ഈ വഴിയല്ല പോകേണ്ടത്, പകരം വേറൊരു വഴി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വേറൊരു വഴി ഇതിനകത്തേക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള നിങ്ങളുടെ ദ വേ ഓഫ് അപ്രോച്ച് ഒന്ന് മാറ്റി പിടിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. ദിസ് ഈസ് എ ന്യൂ ഡയറക്ഷൻ ടു ബി ടേക്കൺ. അതായത് ഈ പോകുന്ന വഴിയല്ല പോകേണ്ടത്, പകരം വേറെ എന്തോ ഒരു സംഭവം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങളുടെ ട്രാവൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള ആ ഒരു ഈസി ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരും എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ സി യെസ് കാർഡ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ഏഞ്ചൽസ് കൺഫേം ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ ഐ സി ഒരു ബാലൻസ്, നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു മൂൺ എനർജിയുടെയും അതിൻ്റെ കൂടെ തന്നെ ഒരു സൺ എനർജിയുടെയും ബാലൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൺഫ്യൂഷൻസ്, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നിരിക്കാം. എന്താണ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ, എന്ത് പാത്തിലൂടെയാണ് പോകേണ്ടത് എന്നുള്ളതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു കൺഫ്യൂഷൻസ് മാറിയിട്ട് നിങ്ങൾക്ക് ഒരു സക്സസ്സിലേക്കുള്ള ഒരു പാത്ത് എന്താണെന്നുള്ളത് തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ആൻഡ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതിൽ യെസ് എന്നുള്ളൊരു കൺഫർമേഷൻ തരുന്നു. നെക്സ്റ്റ് ഐ സി ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പം പല പല തോട്ട്സ് ഉണ്ടാവാം, പല പല തോട്ട് പ്രോസസ്സിലൂടെ നിങ്ങൾ പോകുന്നുണ്ടാവാം. സോ നിങ്ങളുടെ മനസ്സിലുള്ള ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ തന്നെ വരുന്നത് അത് മോസ്റ്റ് പ്രോബബ്ലി റൈറ്റ് ഓപ്ഷൻസ് ആയിരിക്കും. സോ അതിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നത്. വിത്ത് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ കാർഡ്. നെക്സ്റ്റ് ഐ സി വെയിറ്റ്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ധൃതി പിടിക്കുന്നുണ്ടാവും. പെട്ടെന്ന് നടക്കട്ടെ, നടന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ കുറച്ച് ധൃതി പിടിക്കുന്നുണ്ടാവും. പക്ഷേ അതിപ്പോൾ ചെയ്യേണ്ട, പകരം കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് പോവുക. ഇതിനൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ആ ടൈമിലായിരിക്കും ഇത് നടക്കുന്നത് എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നു. സോ ആ ഒരു ടൈം വരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കാര്യങ്ങൾ മുന്നോട്ടേക്ക് ഫർദർ മൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു വെയിറ്റിംഗ് പീരീഡിലൂടെ പോയാലും നിങ്ങൾ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കും, നിങ്ങൾക്ക് അത് അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് യൂണിവേഴ്സ് കൺഫേം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഐ സി ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് മെസ്സേജാണ് കൂടുതലും പറയുന്നത്. അതായത് നിങ്ങൾക്ക് നടക്കാനുള്ള കാര്യം തന്നെയായിരിക്കും, പക്ഷെ നിങ്ങൾ എന്തോ ചെയ്യുന്ന വഴി ശരിയല്ല, നിങ്ങളൊരു ന്യൂ ഡയറക്ഷനിലൂടെ പോകണം എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് ഐ സി ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് പുതുതായിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരാം, അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് വരാം. അതായത് മണി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ നിങ്ങൾക്ക് കിട്ടാത്തത് കിട്ടാം.
ആൻഡ് നിങ്ങളെ ഏഞ്ചൽസ് ഗൈഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളതും കൂടിയാണ് കാണുന്നത്. ആൻഡ് ഓപ്പർച്യൂണിറ്റി, അതിപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഐ സീ ദാറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ആളായിട്ട് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുക. അല്ല നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഇവരുടെ അടുത്ത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാറി ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ അടുത്തൊരു ലൈക്ക് ഒരു കാര്യം പറഞ്ഞു തീർക്കാനോ ഒരു ക്ലോഷർ കിട്ടാനോ ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നൊരു എനർജിയിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ സീ ടേക്ക് ആക്ഷൻ. നിങ്ങൾ ഒരു കാര്യത്തിന്, അതായത് നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. സോ ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചിട്ട് നിന്നാൽ മാത്രം പോരാ, യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. അതായത് നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളൊരു സംഭവം എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നു. സോ ടേക്ക് ആക്ഷൻ. മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ ഒരു വെയിറ്റിംഗ് പീരീഡിലായിരിക്കും എന്നുള്ളത് കാണുന്നു. സോ ദിസ് വെയിറ്റിംഗ് പീരീഡ് മാറിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് അട്രാക്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉള്ള സമയത്ത് നിങ്ങൾ ആ ഒരു എന്താ പറയുക, തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അത് മൂവ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ആക്ഷനാണോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക ആ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുക എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് നിങ്ങൾക്കുള്ള ഡയറക്ഷൻ മാറ്റി പിടിക്കുക എന്നുള്ളതാണ് കാണുന്നത്. സോ ലവ് ഒറേക്കിൾ മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം. ഐ സീ ട്രസ്റ്റ്. So transformation occurs through acceptance. Only once you accept the current situation, it will automatically transform. Okay. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ എന്താണോ അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾക്കൊരു സങ്കടമുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ ചിലപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവാം എന്നുള്ള സിറ്റുവേഷൻ. സോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈഫിൽ നമുക്കൊരു സൈക്കിൾ ഉണ്ട്. അതായത് നമുക്ക് സങ്കടം ഉണ്ടാവാം, സന്തോഷം ഉണ്ടാവാം, ഇതൊക്കെ ഒരു സൈക്കിളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലും നമുക്കിങ്ങനെ ഒരുപാട് സങ്കടമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് സങ്കടമുള്ള കാര്യം ഉണ്ടാവും, സന്തോഷമുള്ള കാര്യം ഉണ്ടാവും. സോ നിങ്ങൾ ആ ഒരു ഇമോഷൻ എന്താണ്, ചിലപ്പോൾ ആങ്കർ ആയിരിക്കാം. ആ ഒരു ഇമോഷൻ, നിങ്ങൾക്കിപ്പോൾ ഉള്ള ഇമോഷൻ എന്താണോ ആ ഒരു ഇമോഷനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സങ്കടമാണെങ്കിൽ നിങ്ങൾക്കത് കരയാൻ പറ്റുമെങ്കിൽ കരഞ്ഞ് തീർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ സന്തോഷിക്കുക, അത് നിങ്ങൾക്ക് ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യം കാണിച്ച് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലൈഫിലൊരു ഫെയിലിയർ ഉണ്ടായി, ഓക്കെ, ആ ഒരു ഫെയിലിയറിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഐ ഫെയിൽ ഹിയർ, പക്ഷെ നെക്സ്റ്റ് ടൈം ഐ മേക്ക് ഷുവർ ദാറ്റ് ഞാൻ ഇതിനെക്കാട്ടിലും നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ആ ഒരു ആക്സെപ്റ്റൻസ് ആണ് വേണ്ടത്. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ യുവർ ലൈഫ് വിൽ ട്രാൻസ്ഫോം, അല്ലെങ്കിൽ ലൈഫിൽ ചേഞ്ചസ് വരും എന്നുള്ളതാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവുക. അതായത് യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചെയ്തെടുക്കണം എന്ന് ആഗ്രഹമുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു ട്രസ്റ്റ് വയ്ക്കുക. ഓക്കെ, next is life is a series of constantly shifting cycles, and we resist the change, we resist the natural flow of life and create unnecessary stress. Go with the flow and you will be surprised where it leads. സോ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് സൈക്കിൾസ് ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, ബട്ട് ഇത് ഈ കാർഡ് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ലൈഫിൽ ഒരുപാട് സൈക്കിൾസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു സങ്കടമുള്ള ഫേസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വിചാരിക്കുക, അത് അവിടെ സ്റ്റക്ക് ആവുന്നില്ല, പകരം ഇറ്റ് ഈസ് ചേഞ്ചിങ് ഇൻ ടു ഒരു സന്തോഷമുള്ളൊരു സൈക്കിളിലേക്കും ഇത് പോകും എന്നുള്ളത് കാണുന്നുണ്ട്. സോ ഈ ഒരു നമ്മളിപ്പം ഈ സങ്കടമൊന്നും ഞാൻ എടുക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ചിൽ, അതായത് നെക്സ്റ്റ് ഒരു ഹാപ്പി ഫേസ് ആയിരിക്കും ചിലപ്പോൾ, ആ ഒരു ഫേസിലേക്ക് പോകാനുള്ള ആ ഒരു ഫ്ലോ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുകയാണ്. സോ വാട്ട് യു നീഡ് ടു ഡു ഇറ്റ് ഈസ്, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള കാര്യത്തിനെ പറ്റി അൺനെസസറി സ്ട്രെസ്ഡ് ആവുന്നതിനെക്കാട്ടിലും ഓക്കെ ഇതെങ്ങനെയാണ് പോകുന്നത് അതുപോലെ പോയിക്കോട്ടെ, നെക്സ്റ്റ് എന്താണ് നിൻ്റെ ലൈഫിൽ വരുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് സർപ്രൈസസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സർപ്രൈസസ് വരും. നിങ്ങൾ സർപ്രൈസ്ഡ് ആവും. അതായത് ഓക്കെ ഇത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വന്നല്ലോ എന്നുള്ളൊരു സർപ്രൈസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത് നിങ്ങൾ അട്രാക്ട് ചെയ്യും അബണ്ടൻസ് എന്നുള്ളതും കാണുന്നു. എഗെയിൻ ഐ സീ ദ സെയിം മെസ്സേജ്, വെയിറ്റ്. സോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ
എന്തോ ഒരു കാര്യത്തിൽ പെട്ടെന്ന് നടന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ധൃതിയിൽ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ എക്സസൈസായിട്ട് നിങ്ങളിങ്ങനെ സ്ട്രെസ് എടുത്തിട്ട് നിങ്ങളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യുക. കാരണം കാര്യങ്ങൾ ഡിവൈൻ ടൈമിങ്ങിലേ നടക്കുള്ളൂ. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സാധനം കിട്ടണം എന്നില്ല, പകരം അത് നിങ്ങൾക്ക് വരേണ്ട സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഡോണ്ട് റഷ് ഇൻ ടു ഇറ്റ്, അലൗ നേച്ചർ ടു ടേക്ക് ഇറ്റ്സ് കോഴ്സ്. നേച്ചർ അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിൻ്റെ ടൈം പീരീഡിൽ നിങ്ങൾക്ക് തരേണ്ടത് തരും. സോ നിങ്ങൾ റഷ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇതിന് പുഷ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളത് പറയുന്നു. ഓക്കെ, സോ ഇഫ് പോസിബിൾ നിങ്ങൾ ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ റെസ്റ്റ് ചെയ്യൂ, നിങ്ങളുടെ ഹോബി ഫോളോ ചെയ്യൂ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ. ആ സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കും. ഓൺലി തിങ് ഇസ് ദാറ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ പാർട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പാർട്ട് ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് കാണുന്നത്. സോ നെക്സ്റ്റ് ഐ സി നമ്മളുടെ സ്പിരിറ്റ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ സ്പിരിറ്റ് മെസ്സേജസ് ആർ യൂഷ്വലി സോ പവർഫുൾ. ഇത് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള കാർഡ്സാണ്. ആൻഡ് ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾവേസ് ഭയങ്കര പവർഫുൾ ആയിട്ടും എനിക്ക് തോന്നാറുണ്ട്. ഇതിൻ്റെ അകത്തുള്ള മെസ്സേജസ് ഇസ് സോ പവർഫുൾ. So let's see what spirit messages is there for you. And I'm getting, okay, already I have some messages for you. So let's see. If you pay close attention, you will notice all doors that is once closed are opening up, just in different form. Things may not appear exactly as you had envisioned. Okay. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ചു ആ ഡോറ് ക്ലോസ് ആയി, അതിനി ആ ഒരു വാതിൽ ഇനി തുറക്കില്ല, ഇനി നിങ്ങൾക്ക് ആ ഒരു വഴിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അതല്ല. നിങ്ങളുടെ ലൈഫിൽ ക്ലോസ് ആയ പല വാതിലുകളും വീണ്ടും തുറക്കുന്നുണ്ടാകും, വീണ്ടും തുറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് നിങ്ങൾ ലൈഫ് നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ റൂട്ടിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും, അതാണ് നിങ്ങളുടെ റൂട്ട്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ആയിരിക്കില്ല പോകേണ്ട വഴി വേറെ ആയിരിക്കും. നിങ്ങൾ വിചാരിച്ച പ്ലാൻ ആയിരിക്കില്ല യൂണിവേഴ്സിന് നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുക. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ എൻഡപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സംഭവത്തിലായിരിക്കും. പക്ഷേ എക്സാക്ട്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാത്തിലായിരിക്കില്ല നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണുള്ളത് കാണുന്നത്. നെക്സ്റ്റ് we see that you are on a brink of breakthrough that you have patiently waiting for. Our situation is about to come full circle. The lessons have been learned. This is a win-win situation for you. Trust that we are working behind the scenes to ensure best outcome for you. So നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു വരമ്പ് അല്ലെങ്കിൽ ഒരു എൻഡിൽ നിൽക്കുകയാണ്. അതായത് അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സക്സസ് എന്നുള്ള രീതിൻ്റെ അതിൻ്റെ ഒരു എൻഡിലാണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ബ്യൂട്ടിഫുൾ സീൻസ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ് എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഒരു ഫുൾ സർക്കിൾ, നിങ്ങളുടെ ലൈഫിൽ ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു വിൻ സിറ്റുവേഷൻ, അതായത് നിങ്ങൾ ജയിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. Go back to the heart of who you truly are. There you will find peace. Look at the life in its entirely. Acknowledge the old wounds and then release them. Use what they taught you as added strength. Keep moving forward with a renewed sense of confidence. So I see that നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പം പലർക്കും വേണ്ടിയിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പലരുടെയും ഒപ്പീനിയൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്വഭാവം മാറ്റിയിട്ടുണ്ടാവാം. സോ യൂണിവേഴ്സ് ഇസ് ആസ്കിങ് യു ടു ഗോ ബാക്ക് ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക എന്നുള്ളത് കാണുന്നു. ആൻഡ് നിങ്ങൾ അവിടെയായിരിക്കും നിങ്ങൾ പീസ്ഫുൾ. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഏറ്റവും പീസ്ഫുൾ. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞതിനനുസരിച്ച് നിങ്ങളുടെ മാറ്റം വരുത്തിയ നിങ്ങളെക്കാട്ടിലും നിങ്ങൾ എന്താണോ ആ രീതിയിലേക്ക് തിരിച്ച് വരിക. നിങ്ങളുടെ ലൈഫിനെ എൻറ്റയർലി നോക്കുക എന്നുള്ളത് കാണുന്നു. അക്നോളജ് എനി ഓൾഡ് വൂണ്ട്, എന്തെങ്കിലും പഴയ വൂണ്ട്സ് ഉണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീലിംഗ് നിങ്ങൾ പ്രോപ്പർലി ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക.
ആൻഡ് ഇതൊക്കെ നിങ്ങൾക്കൊരു ആഡഡ് സ്ട്രെങ്ത് ആണ്. അതായത് നിങ്ങൾക്ക് ഈ കിട്ടിയ ലെസൺസ്, അതായത് ഈ പഠിച്ച പാഠങ്ങളൊക്കെ നിങ്ങൾക്കൊരു ആഡഡ് സ്ട്രെങ്ത് ആണ്. നിങ്ങൾ മുന്നിലോട്ടേക്ക് തന്നെ പോകാൻ ശ്രമിക്കുക, കോൺഫിഡൻസ് മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാണുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് ഓക്കെ. ഈ ഇതിൻ്റെ അകത്ത് എനിക്ക് കാണുന്ന മേജറായിട്ടും ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ തന്നെ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പലർക്കും വേണ്ടിയിട്ട് ഓക്കെ അവർക്ക് അത് ഇഷ്ടമല്ലേ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പലതും വേണ്ട എന്ന് വെച്ചിട്ടുള്ള ഒരാൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾ എന്താണ് പാഷനേറ്റ് അത് നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ആൻഡ് നിങ്ങളെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാറ്റാൻ പറ്റും. ലൈക്ക് എന്താ ബാക്കിയുള്ളവർക്ക് വേണ്ടി നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ അത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 months വരെ നമുക്ക് പറ്റുള്ളൂ, നമ്മളല്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം വന്നാൽ തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ബേസ്റ്റ് ആവും, നമ്മളുടെ ശരിക്കുള്ള സ്വഭാവം പുറത്ത് വരികയും ചെയ്യും. പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് മാറിയിട്ട് കുറച്ച് നേരം മാത്രം അങ്ങനെ ഒരു ലൈഫ് പോയിട്ട് കാര്യം. നമ്മൾ കംഫർട്ടബിളും ആയിരിക്കില്ല. ഈ പറയുന്ന 3 months ആണെങ്കിൽ 3 months നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മാറിയാണ് നമ്മൾ ആ കംഫർട്ടബിളും അല്ലായിരിക്കും. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് നമ്മളെ തന്നെ പറഞ്ഞു വിടുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് നമുക്ക് ഫെയറി മെസ്സേജസ് എന്താണെന്ന് നോക്കാം. സോ ദ ജേർണി ഫേസ് ആണ് എനിക്ക് കാണുന്നത്. സോ ഇറ്റ്സ് ടൈം ടു പ്രിപ്പയർ ഫോർ എ ജേർണി. ഇറ്റ് മേ ബി ഇംപ്രോംപ്റ്റു ഓർ പ്ലാൻഡ്, either way. Make sure you are ready when time comes. Pack your passport now. സോ നിങ്ങളുടെ കാര്യത്തിൽ ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ജേർണി ഉണ്ട്. അതായത് നിങ്ങളൊരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു റീലൊക്കേഷനോ അങ്ങനെയൊക്കെയുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് നിങ്ങൾ റെഡി ആവുക. ചേഞ്ചിന് വേണ്ടി റെഡി ആയിക്കോളൂ. ചേഞ്ചിന് വേണ്ടി നിങ്ങൾ പാസ്പോർട്ടൊക്കെ എടുത്ത് റെഡി ആയി വെക്കില്ലേ നമ്മളൊരു ടൂറൊക്കെ പോകണമെങ്കിൽ. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചേഞ്ചിന് വേണ്ടി റെഡി ആയിക്കോളൂ എന്നാണ് കാണുന്നത്. ആൻഡ് ഐ സി ആസ്ക് ഫോർ ഹെൽപ്പ്. നിങ്ങളിൽ പലരും ഒരു മടി കാണിക്കുന്നുണ്ട്. ഹെൽപ്പ് ചോദിക്കാൻ നിങ്ങൾക്ക് മടിയായിരിക്കും. സോ അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ട സമയത്ത് നിങ്ങൾ ഹെൽപ്പിന് ചോദിക്കുക. ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് ചോദിക്കുക എന്നുള്ളത് കാണുന്നു. വിത്ത് ആസ്ക് ഫോർ ഹെൽപ്പ്. ഏഞ്ചൽസ് ആർ സെലസ്റ്റിയൽ ബീങ്സ് ഹു പ്രൊട്ടക്ട് എവ്രി വൺ ആൻഡ് ഫെയറീസ് സേ നൗ ഇറ്റ് ഈസ് ടൈം ടു ആസ്ക് ഫോർ ഏഞ്ചലിക് അസിസ്റ്റൻസ്. നിങ്ങളുടെ ചുറ്റിലുള്ള ഏഞ്ചൽസിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. ഏഞ്ചൽസ് മീൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കാം. നിങ്ങൾ ഏത് ദൈവത്തിനാണ് ഡിവോട്ട് ചെയ്യുന്നത് അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. ദേ വിൽ അസിസ്റ്റ് യു. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് കാണുന്നത്. ലൈഫ് എനർജി. The happy fairies of sunshine brings lot of life-giving energy. She reminds you to shine your light and to reveal everything in the shadow that needs to be healed. Okay. Okay. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൺ എനർജിയിൽ അല്ലെങ്കിൽ സൺലൈറ്റിൽ മൂൺ ലൈറ്റിലൊക്കെ നിങ്ങൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ലൈറ്റ് എനർജി നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈഫിലുള്ള ബ്ലോക്കേജസ് മാറ്റാൻ വേണ്ടിയിട്ട് അതൊരു റെമഡി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് ഐ തിങ്ക് ലൈഫ് എനർജി, ദ ഫെയറി ഓഫ് ലൈറ്റ്, സൺഷൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ഇതിലും ഐ സി ന്യൂ ബിഗിനിങ്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ റിവീൽഡ് ആവാത്ത നിങ്ങളുടെ പാർട്സ് നിങ്ങൾക്ക് റിവീൽഡ് ആവുക. അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് ഓഫ് ലൈഫ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും വൂണ്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വൂണ്ടൊക്കെ ഹീൽ ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ളൊരു എനർജിയാണ് ഈ ഒരു എനർജിയിൽ കാണുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ലൈഫ് എനർജി, ഇറ്റ്സ് ലൈക്ക് ന്യൂ ബിഗിനിങ്, പുതിയ സ്റ്റാർട്ട്, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് എനിക്കിതിനകത്ത് കാണാൻ പറ്റുന്നത്. സോ ഇറ്റ് ഇസ് ലൈക്ക് നിങ്ങൾ പലരും ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം, അതായത് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫ് ഒരു കംപ്ലീറ്റ് ചേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് ദ വീഡിയോ ഇസ് ഗോയിങ് ടു ബി സോ ലെങ്തി. അതുകൊണ്ട് തന്നെ ഞാൻ 2 പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ ഐ തിങ്ക് ദ മൂൺ മെസ്സേജ് ഐ സി മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്. സോ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ന്യൂ മൂൺ ഇൻ പീസസ്. സോ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു ആൻസർ കിട്ടും എന്നുള്ളത് കാണുന്നുണ്ട്.
സോ ദാറ്റ് ഈസ് ദ യു ആർ ഗുഡ് ഇനഫ്. നിങ്ങൾ പലതിലും നിങ്ങൾ ഇത്ര പോരാ എന്നുള്ളൊരു തോട്ട് ഉണ്ടാവാം. സോ ഫുൾ മൂൺ ഇൻ വെർഗോ ഇസ് ടെലിങ് യു ദാറ്റ് യു ആർ ഗുഡ് ഇനഫ്. അവർക്കറിയാം നിങ്ങൾ എത്രത്തോളം നല്ലതാണ്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ളത് അവർക്കറിയാം. സോ അവർ നിങ്ങൾക്ക് കൺഫർമേഷൻ തരികയാണ് യു ആർ ഗുഡ് ഇനഫ്. നിങ്ങൾക്ക് ഇത്രയൊക്കെ നല്ലതായാൽ മതി. ഇതിൻ്റെ അപ്പുറം ഭയങ്കര സൂപ്പർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്ര തന്നെ മതി, നിങ്ങൾ സൂപ്പറാണ് എന്ന് പറയുന്നു. And I see a new romantic cycle begins. New moon in Libra. Okay. നിങ്ങൾക്കെല്ലാം രണ്ട് ന്യൂ മൂൺ ഒരു ഫുൾ മൂൺ ആണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഫുൾ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുക, ആൻഡ് ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ് ആണ്. സോ ആ ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ സാധനം വരിക, ആ ഒരു സാധനത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ആവുക, അതിൽ സക്സസ് ആവുക. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് എ റൊമാൻറ്റിക് സൈക്കിൾ. അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇറ്റ് ഈസ് എ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിനിങ്. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇംപ്രൂവ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളൊരു സിറ്റുവേഷൻ. ഓക്കെ, സോ എനിവേ നിങ്ങൾക്ക് എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കാനുള്ള ചാൻസസും ഉണ്ട്. പോരാത്തതിന് അതിലൂടെ സക്സസ്സും ഹാപ്പിനെസ്സും ഒക്കെ കാണുന്നുണ്ട്. സോ ഐ എം സോ ഹാപ്പി ഫോർ യു ഗൈസ്. സോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ആർ പെയ്ഡ് റീഡിങ്സ്. കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഈ ഒരു യൂട്യൂബ് വീഡിയോസ് ആണ്. ആൻഡ് സംടൈംസ് ഐ ഡു ഗിവ് ഗൈഡൻസ് ഓവർ കമൻറ്റ് സെഷൻ. സോ ബാക്കിയുള്ളത് പെയ്ഡ് റീഡിങ്സ് ആണ്. സോ നിങ്ങൾക്ക് പെയ്ഡ് റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് ഐ ഗിവ് യു ദ ഡീറ്റെയിൽസ് എങ്ങനെയാണ് റീഡിംഗ് മുന്നോട്ടേക്ക് പോകുന്നതെന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തതായിട്ട് നമുക്ക് ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തിട്ടിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജസ്, എന്താണ് ഫ്രം ദ യൂണിവേഴ്സ്, എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് ലൈക്ക് ദ ഏഞ്ചൽ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൽ കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം, അതിൻ്റെ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. സോ നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലുള്ള സിറ്റുവേഷൻസ് ഇപ്പോൾ ആഗ്രഹമായിരിക്കാം, എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. സോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ്ങിൽ എന്താണ് അതിന് ഏഞ്ചൽസ് തരുന്ന മെസ്സേജസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനഫ് മെസ്സേജസ്. ഓക്കെ, first and over the base I see not the right time. ഓക്കെ, ഇപ്പം അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇതല്ല അതിനുള്ള കറക്റ്റ് ടൈം എന്ന് പറയുന്നുണ്ട്. And I see meditation brings answer. അതായത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത്, ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ആൻസർ കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് പറയുന്നു. And I see a no. ഒരു നോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിൽ ഒരു നോ ആൻസർ ആണ് എന്നുള്ളത് കാണുന്നു. ഇംപ്രൂവിങ് ഹെൽത്ത്. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ബോത്ത് രണ്ടിന് മേലെയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഗീവ് ഇമ്പോർട്ടൻസ് ടു ഓൾ യുവർ ചക്രാസ്. ആൻഡ് ഹീലിംഗ്. നിങ്ങളുടെ പാസ്റ്റിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട്. നിങ്ങൾ റിയലി ഹേർട്ട് ആയിട്ടുണ്ടാവും, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കുറച്ച് വേദനിച്ചിട്ടുണ്ടാവാം. ഐ സീ അബണ്ടൻസ്. ഈ ഹീലിംഗ് ഫേസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട്. മോണിറ്ററി അബണ്ടൻസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കാം. റൊമാൻസ്. നിങ്ങളുടെ ലൈഫിൽ റൊമാൻസ് വരുന്നുണ്ട്, വിച്ച് മീൻസ് നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ, ഒരു സോൾമേറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ യു ആർ ഓൾറെഡി മാരീഡ് എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇസ് ഇംപ്രൂവിങ് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിനെ പറ്റിയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കിട്ടും. ആൻഡ് ഐ സീ ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഓക്കെ, സോ ഐ സീ ദാറ്റ് മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു റോങ് ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ദർ ഈസ് സംതിങ് യൂണിവേഴ്സ് ഇസ് വാർണിംഗ് യു, നോ, ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ എന്നുള്ള കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സ് കിട്ടും.
നിങ്ങളുടെ ഹെൽത്ത് വൈസ്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് രണ്ടും വീക്കായി പോയിക്കൊണ്ടിരിക്കുന്ന അതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഈ നോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, കാരണം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും എന്താണ് ഈ നോൻ്റെ റീസൺ, എന്താണ് ഈ സംഭവം എന്നുള്ളത്. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കാതെ ആയിരിക്കും അതിനകത്ത് പോയിട്ടുണ്ടാവുക എന്നുള്ളത് കാണുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കാം. When it comes to relationship, there is romance coming up, and within next few weeks നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും എന്നുള്ളത് ഏഞ്ചൽസ് പറയുന്നു. So let's see what love oracle messages is have to say. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്, ബിക്കോസ് ഐ സീ റൊമാൻസ് ഓവർ ഹിയർ. എന്തോ ഒരു സംഭവം ഇൻ യുവർ റിലേഷൻഷിപ്പ്, ഐ സീ ദാറ്റ്. എന്താണത്? ഓക്കെ. Let there be closeness between you, but always give space to each other. Love never claims, it simply allows and gives. Okay. Boundary, possessiveness ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പോസസീവ്നെസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പോസസീവ്നെസ് കുറയ്ക്കാം. ആൻഡ് ഗീവ് പീപ്പിൾ സ്പേസ് ആൻഡ് ബൗണ്ടറി, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ഡിഫറെൻറ്റ് ഇൻഡിവിജ്വലാണ്, ഡിഫറെൻറ്റ് ഇൻഡിവിജ്വലിന് അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. സോ അതിന് സ്പേസ് കൊടുക്കുക എന്നുള്ളത് കാണുന്നു. ഫ്രീഡം, നത്തിങ് ഈസ് സ്റ്റോപ്പിംഗ് യു, ദ പാത്ത് ഇസ് ക്ലിയർ ഇഫ് യു വോണ്ട് ടു ബി. സോ നിങ്ങളുടെ ഫ്രീഡം അത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ. അപ്പോൾ നീ എത്രത്തോളം സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ കൊടുക്കുമെന്നൊന്നും പറയാനൊന്നും പറ്റില്ല, കാരണം നിങ്ങളുടെ ഫ്രീഡം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കയ്യിലായിരിക്കണം. ആൻഡ് ഇഫ് പീപ്പിൾ ആർ നോട്ട് റെഡി ടു ഗീവ് ദാറ്റ്, യു ഷുഡ് ആസ്ക് ഫോർ ഇറ്റ്. അതും തന്നിട്ടില്ലെങ്കിൽ യു സേ എൻ്റെ ഫ്രീഡം അത് എൻ്റേതാണ്, ആൻഡ് ഐ ചൂസ് വാട്ട് ഐ ആം സപ്പോസ് ടു ബി. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, പകരം അത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, എനിക്ക് ചെയ്യേണ്ടെന്ന് വേറൊരാൾ ചെയ്യേണ്ടെന്ന് പറയുമ്പം ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രീഡത്തിനെ ചൂസ് ചെയ്യുക. റൊമാൻസ് എവ്രിവെയർ. സോ ക്യൂപിഡ് ആരോ സ്ട്രൈക്സ്. സോ നിങ്ങൾ തമ്മിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് നെവർ ഫൗണ്ട് സം വൺ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഐ സീ ഫോർഗിവ്നെസ്. സ്റ്റോപ്പ് ഫോക്കസിങ് ഓൺ എനർജീസ് ഓൺ പാസ്റ്റ് ഇവൻറ്റ്സ് ഫോർ ലൈഫ് ഇസ് ടു പ്രീഷ്യസ് ടു വേസ്റ്റ്. യു ക്രിയേറ്റ് യുവർ റിയാലിറ്റി ബട്ട് വാട്ട് യു തിങ്ക്, ഡ്രീം ആൻഡ് ഇമാജിൻ. സോ നിങ്ങളുടെ പാസ്റ്റ് ഇവൻറ്റ്സിനെ നിങ്ങൾ മറന്നേക്കുക, അതിൻ്റെ അകത്ത് ഫോക്കസ് കൊടുക്കാതിരിക്കുക. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, ലൈഫ് ഇസ് ടു പ്രഷ്യസ് ടു വേസ്റ്റ്, ആ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമില്ല, അത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റിയാലിറ്റി അത് നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബൈ വാട്ട് യു തിങ്ക്, ഡ്രീം ആൻഡ് ഇമാജിൻ. സോ നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത്, നിങ്ങൾ എന്താണോ ഇമാജിൻ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ റിയാലിറ്റി ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് കാണുന്നു. Next, when it comes to matter of heart, there is no right or wrong. Every choice you make expands your understanding of life and love. So നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലവ് ലൈഫിനെ പറ്റിയിട്ടുള്ള ഡിസിഷൻസ് വരുന്ന സമയത്ത് ഐ സീ ദാറ്റ് നിങ്ങൾക്ക് റൈറ്റ് ഓർ റോങ് ക്വസ്റ്റ്യൻസ് ഇല്ല, റൈറ്റ് ഓഫ് റോങ് എന്ന് പറഞ്ഞിട്ടുള്ള പാത്തില്ല. പകരം നിങ്ങൾ എന്ത് ചോയ്സ് എടുത്താലും അത് നിങ്ങൾ തമ്മിലുള്ള ലവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചോയ്സസ് ആയിരിക്കട്ടെ. ആൻഡ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റട്ടെ. എങ്ങനെയായാലും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് ഒരു ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങൾ തമ്മിലുള്ള ലവും കൂടും എന്നുള്ളത് കാണുന്നു. ഇമാജിൻ ഓൾ അൺവാണ്ടഡ് തോട്ട് ഡിസോൾവിങ് ഇൻ ടു ലൈറ്റ്, ക്രിയേറ്റിംഗ് റൂം ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് ഓഫ് യുവർ ലൈഫ്. സോ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സും എല്ലാ നെഗറ്റീവ് തോട്ട്സും ഒരു വൈറ്റ് ലൈറ്റിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന പോലെ വിശ്വസിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ പോസിബിലിറ്റീസ് വരും എന്നുള്ളത് തന്നെ കാണുന്നു. വാട്ട് ഈസ് ദ മൂൺ മെസ്സേജസ് ഫോർ യു എന്ന് നോക്കട്ടെ. I think I have enough messages. Okay, I say surrender to the divine. നിങ്ങൾ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് നിൽക്കുക. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ദൈവത്തിനോട്, ഓക്കെ ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ഇൻ മൈ ലൈഫ്,
എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. ബ്ലൂ മൂൺ. നിങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന സാധനവും നടക്കും എന്ന് വിശ്വസിക്കുക, കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. പ്രോസ്പെറിറ്റി ലൈസ് അഹെഡ്. ന്യൂ മൂൺ ഇൻ ടോറസ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോസ്പെറിറ്റി വരുന്നുണ്ട്, ഒരുപാട് അബണ്ടൻസ് വരുന്നുണ്ട്. മണി വരുന്നുണ്ട്, അല്ലെങ്കിൽ പവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ലവ് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. നിങ്ങളുടെ പലരും ഒരു ആക്ഷൻ എടുക്കാതെ ഒരു സ്ഥലത്ത് സ്ട്രക്കായിട്ട് നിൽക്കുന്നുണ്ടാവാം. അത് പാടില്ല. ഇനി ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളത് കാണുന്നു. എ ടൈം ഫോർ ഹീലിംഗ് ബാൽസമിക് മൂൺ. ഓക്കെ, നിങ്ങൾക്കൊരു ഹീലിംഗ് ഫേസ് ആണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. നിങ്ങളുടെ മെൻ്റലി ഫിസിക്കലി ഒക്കെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം എന്നുള്ളത് കണ്ടു. സോ ഐ സീ ദാറ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഐ തിങ്ക് നിങ്ങളൊരു ഹീലിംഗ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഡോക്ടറെ കാണണമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾ സ്വന്തം ട്രീറ്റ് ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക. അല്ലെങ്കിൽ മെൻ്റലി യു ആർ സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇഫ് യു വോണ്ട് ടു മീറ്റ് എ തെറാപ്പിസ്റ്റ്, ഗോ മീറ്റ് ദം ആൻഡ് സോൾവ് ദ പ്രോബ്ലം. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോവുക, അല്ലാതെ ഒന്നും വെച്ചിരിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഹീലിങ്ങിൻ്റെ ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇറ്റ്സ് ഓൾസോ സേസ് സ്പിരിച്വൽ ഹീലിംഗ്. അത് നിങ്ങൾ തന്നെ മെഡിറ്റേഷൻ കാര്യങ്ങളിലൊക്കെയാണ് ഒരു സ്പിരിച്വൽ ഹീലിംഗ് നിങ്ങൾക്ക് വരിക എന്നുള്ളത് കാണുന്നു. പ്രഷ്യസ് ടൈം. The fairy of time wants to experience every moment fully and make the most of the precious time. Be mindful not to waste time. ഓക്കെ, നിങ്ങളുടെ സമയം വെറുതെ കളയരുത്. നിങ്ങളുടെ സമയത്തിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ ആക്ഷൻസ് എടുക്കുക. ആൻഡ് നിങ്ങളുടെ ലൈഫിലെ പ്രഷ്യസ് ടൈം നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത് എന്ന് ഫെയറീസ് പറയുന്നു. ട്രാൻസ്ഫോർമേഷൻ. The fairy tells you to surrender and transform into life and happening for highest good. Embrace your transformation. Best is yet to come. സോ നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് തന്നെ വിശ്വസിക്കുക. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നോട്ടെ എന്ന് തന്നെ വിചാരിക്കാം. ഗോ ഔട്ട്സൈഡ്. ഇറ്റ്സ് ടൈം ടു ഗോ ഔട്ട്സൈഡ്. ഓക്കെ, നിങ്ങൾ പലരും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ച് ചിലപ്പം ഇരിക്കുന്നുണ്ടാവാം. അത് നിർത്തുക. നിങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുക. പവർഫുൾ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് പീസ്, സമാധാനം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓക്കെ, നിങ്ങൾ എപ്പോൾ പുറത്ത് പോയാലും നിങ്ങളുടെ ട്രൈബിനെ കണ്ടെത്തുക. നിങ്ങളെപ്പോലെ തന്നെ ഉള്ള ആൾക്കാരെ ആയിട്ട് കമ്പനി ആവാൻ ശ്രമിക്കുക. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരുമായിട്ട് നിങ്ങൾ സംസാരിച്ച് കുറച്ച് കാര്യങ്ങളിൽ ഒരു ഐഡിയ വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാണുന്നത്. വിത്ത് ഗോ ഔട്ട്സൈഡ് ആൻഡ് മീറ്റ് പീപ്പിൾ. നിങ്ങളെ തന്നെ ആ ഒരു ഇതിൻ്റെ അകത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു സിറ്റപ്പിൽ തന്നെ നിർത്തി അവിടെ തന്നെ ഇരുത്താതിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാം. If it's meant to be, it will be. You won't have to force, convince or worry over it. It is let it flow, let it be, and let it come to you, and you are attracting everything you need. Trust me, trust the timing of your life. സോ നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് സൂൺ വരുന്നുണ്ട്. അതിനെ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിനെ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോഴ്സ് ചെയ്യേണ്ടയോ ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട അബണ്ടൻസിനൊക്കെ നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈച്ച് മൊമെൻ്റ് എന്ന് കാണുന്നു. Whatever you have been putting off, don't procrastinate any longer. Tackle that long overdue project. You will feel better once you begin. Start with one thing at a time. Thoughts and ideas not acted upon are laying in wait. You can do this. Okay. സോ നിങ്ങൾ പ്രോകാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു. ഈ ഒരു എനർജീസും ഈ ഒരു മെസ്സേജസും ഒക്കെ കാണുന്നത് നിങ്ങളൊരു ആക്ഷൻ, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെയൊക്കെയോ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ ആകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിൻ്റെ അകത്തുള്ള റൈറ്റ് ആക്ഷൻസ് എടുത്തിട്ടില്ല എന്നുള്ളത് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ പ്രോകാസ്റ്റിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഇന്ന് വേണ്ട, നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാവാം. അത് നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും, പക്ഷെ അത് ഒരുപാട് നാളായി അത് ഒന്ന് മൂവ്മെൻറ്റ് വന്നിട്ട് അതിന് എന്നുള്ളത് തോന്നുന്നു. സോ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരുപാട് തോട്ട്സും ഒരുപാട് ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷെ അതിനെ ഒന്നും നിങ്ങൾ
ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. സോ അതൊന്ന് മാറ്റാം. യു ആർ സോ മച്ച് ക്ലോസർ ടു എ പവർഫുൾ ബ്രേക്ക് ത്രൂ ദാൻ യു റിയലൈസ്. യു ഹാവ് ബീൻ പ്രേയിങ് ഫോർ things to heal, new opportunities to appear, relations to improve, and prayers will be answered soon. സോ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ, നിങ്ങൾ എന്തൊക്കെയോ ഒരു ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ലൈഫിൽ വേണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓൺലി തിങ് ഈസ് ദാറ്റ് യു നീഡ് ടു ഓപ്പൺ ഡോർ ഫോർ ഇറ്റ്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആകണം. അത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ റെഡി ആകണം. അതിനുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കണം. ഓക്കെ, എവറിതിങ് നിങ്ങൾക്ക് ഒരു സിംഗിൾ സ്റ്റെപ്പായിരിക്കും. ആ ഒരു കുഞ്ഞ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പോസിബിൾ ആവുമെന്നുള്ളതാണ് കാണുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇതൊക്കെ നിങ്ങൾക്ക് നടക്കേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് അതിനകത്തൊരു റൈറ്റ് മൂവ്മെൻറ്റ് എടുക്കാത്തത്? അതിൻ്റെ അകത്തൊരു റൈറ്റ് ആയിട്ടുള്ള പ്രോകാസ്റ്റിനേഷൻ ചെയ്യുന്നത് എന്താണ്? അതിനകത്ത് നിങ്ങൾ നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് എന്തിനാണ് എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നടക്കേണ്ടതും നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യമാണ്. പക്ഷേ നിങ്ങൾ അതിനകത്തൊരു സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്നുള്ളതിൽ യൂണിവേഴ്സിന് വിഷമമുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഐ സീ. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് അബണ്ടൻസ് അട്രാക്ട് ചെയ്യാനും ഒക്കെ കഴിവുള്ള ആൾക്കാരാണ്. സോ പറ്റുവാണെങ്കിൽ ആ സ്റ്റെപ്പ് എടുക്കുക. എന്താണ് നിങ്ങളുടെ ആക്ഷൻ, എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത്. ആൻഡ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ തന്നെ ഇതിന് പറ്റുമെന്നുള്ളതും ഏഞ്ചൽസ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്തിനും ഇമ്പ്രൂവ് ചെയ്യുക, ഇമ്പോർട്ടൻസ് അതിനൊക്കെ കൊടുക്കാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ റീഡിങ്സും എടുക്കാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. 3 സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ചെയ്യാം. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്ന് നോക്കാം. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്നുള്ളത് ഒന്ന് ആലോചിക്കുക. എന്താണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ആ ഒരു സംഭവം എന്നുള്ളത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് നമുക്ക് വേണ്ട മെസ്സേജസ് ഫ്രം ദ യൂണിവേഴ്സ്, ഫ്രം ദ ഏഞ്ചൽസ്. On the base card, I say get more information. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആ കാര്യമുള്ളത്, ആ കാര്യത്തിനെ പറ്റി കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ഗെയിൻ ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട മെസ്സേജസ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുക. ആ ഒരു കാര്യത്തിനെ പറ്റി കൂടുതലും എന്താണ് കാര്യം എന്നുള്ളത് ഒന്നുകൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് നിങ്ങൾക്ക് റിയലി വേണ്ടത്, അതിനെപ്പറ്റി അതെങ്ങനെയാണ് മുന്നിലോട്ടേക്ക് പോകേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെപ്പറ്റി ഒന്ന് പഠിക്കാനും ശ്രമിക്കുക. And I say if you believe, നിങ്ങൾ ഈ ഒരു കാര്യം നടക്കുമെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ഉറച്ച വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കാണുന്നു. ബട്ട് ഇഫ് യു ബിലീവ് ആൻഡ് ഐ സീ ലെറ്റ് ഗോ, അതായത് നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയണം. ലെറ്റ് ഗോ, അതിനെ നിങ്ങൾ പെർസീവ് ചെയ്യാൻ ശ്രമിക്കേണ്ട, അതിനെ വിട്ടേക്കൂ എന്നുള്ളത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിത്ത് ലെറ്റ് ഗോ. നെക്സ്റ്റ് ഐ സീ ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരെയും ഫോർഗീവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം. അതായത് പലരും നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ ഒരുപാട് അതിനകത്ത് വേദനിച്ചിട്ടുണ്ടാവാം. സോ അവർക്കൊക്കെ നിങ്ങൾ ഫോർഗീവ്നെസ് കൊടുക്കേണ്ടിയും അവർക്ക് ഒരുപാട് നിങ്ങൾ ക്ഷമ കൊടുക്കേണ്ടിയും അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം എന്നുള്ളത് കാണുന്നു. സോ അതൊക്കെ നിങ്ങൾ കൊടുക്കുക. അവർക്ക് ഫോർഗീവ്നെസ് ആണെങ്കിൽ ക്ഷമ കൊടുക്കുക എന്നുള്ളത് കാണുന്നു. നിങ്ങൾ ഗ്രഡ്ജ് ഹോൾഡ് ചെയ്യേണ്ട എന്നുള്ളത് കാണുന്നു. സോ അത് ക്ഷമ കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം പറഞ്ഞ് തീർക്കേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കേണ്ടി വരുമായിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു ആൻഡ് ഐ എം സോ സാഡ് അബൌട്ട് ഇറ്റ്. അതിനകത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചു, നിങ്ങൾക്ക് ഇതല്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് എക്സ്പെക്റ്റ് ചെയ്തത്. സോ അത് നിങ്ങൾ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഫോർഗീവ് ചെയ്ത് വിട്ടുക. അവർ ഇനി നന്നാവില്ല എന്നൊരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്ത് വിടുക. ഓക്കെ, ഞാനത് ക്ഷമിച്ചു, ഇനി ഞാൻ ഒന്നുകിൽ അവരുടെ അടുത്ത് കംപ്ലീറ്റ്ലി കമ്മ്യൂണിക്കേഷൻ കട്ട് ഓഫ് ചെയ്യുക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഫോർഗീവ്നെസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, വിച്ച് മീൻസ് ദാറ്റ് നിങ്ങൾ താങ്ക് യു അല്ലെങ്കിൽ ഐ എം സോ സോറി അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സോറി പറയാനും അതിന് നിങ്ങൾ ആൾക്കാരുടെ അടുത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാനും തയ്യാറാവുക, സോറി പറയുക. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ലൈഫിൽ കിട്ടുന്ന സന്തോഷങ്ങൾ അതിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് കാണുന്നത്.
ആൻഡ് ഐ സി മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ. നിങ്ങളുടെ പല കാര്യങ്ങൾക്കുമുള്ള ആൻസേഴ്സ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് യൂണിവേഴ്സ് കൺഫേം ചെയ്യുന്നു. നിങ്ങൾ പല കാര്യങ്ങളിലും മെഡിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളിലും പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആൻസേഴ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നു. ആൻഡ് ഐ സി കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. നിങ്ങൾ പല കാര്യങ്ങളും യൂണിവേഴ്സിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്താണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചിലപ്പം നിങ്ങളുടെ ക്ലിയർ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പലരും നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവർ നിങ്ങളുടെ അടുത്ത് വേണ്ട രീതിയിലല്ലാതെ നിങ്ങളുടെ അടുത്ത് റിപ്ലൈ തരാനും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല ചിലപ്പം പലരും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ എടുക്കുന്നത് വേറെ എന്തോ രീതിയിലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ പറയുമ്പം ക്ലാരിറ്റിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കുക ആൻഡ് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അത്രത്തോളം തന്നെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറയ്ക്കാൻ പറ്റും. വെൻ ഇറ്റ് കംസ് ടു കരിയർ ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ടൂൾ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാന്നുള്ളത്. ഫ്രം യുവർ ഹാർട്ട് കമ്മ്യൂണിക്കേറ്റ് യുവർ പീപ്പിൾ. നിങ്ങളുടെ മനസ്സിൽ തുറന്ന് തന്നെ ഒരാളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അവരുടെ അടുത്ത് തുറന്ന് സംസാരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് കാണുന്നു. ലെറ്റ്സ് സീ വാട്ട് ലവ് ഒറേക്കിൾ കാർഡ്സ് ഹാവ് ടു ടെൽ യു. നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹം? ലവ് ഒറേക്കിൾ കാർഡ്സ്. ഓക്കെ, ഐ തിങ്ക് ഇനഫ് മെസ്സേജസ്. enough messages. Okay. Over the base card, I see reflection. Give each other some space at a moment. Trust and have faith, and that will work out the best. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കൊടുക്കുക, ഒരു ബ്രേക്ക് കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് റിഫ്ലക്റ്റ് ചെയ്യും. രണ്ടുപേരുടെയും കാര്യങ്ങളിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടുപേരിലും ട്രസ്റ്റും ഫെയ്ത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഒരാളുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ വിശ്വാസവും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അവരുടെ വിശ്വാസം ഉണ്ട് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അങ്ങനെ നിങ്ങൾ വിശ്വാസം വെച്ച് ഒരു ബ്രേക്ക് കൊടുത്ത് ആ ഒരു റിലേഷൻഷിപ്പിനെ വളർത്താൻ ശ്രമിക്കുക എന്നുള്ളത് കാണുന്നു. സോൾമേറ്റ്. യുവർ സോൾമേറ്റ് ഈസ് ഓൾറെഡി വിത്ത് യു ഇൻ സ്പിരിറ്റ്. ബിലീവ് ദിസ് ആൻഡ് ദേ വിൽ മാനിഫെസ്റ്റ് ഫിസിക്കലി. സോ നിങ്ങളുടെ സോൾമേറ്റ് ഓൾറെഡി നിങ്ങളുടെ സ്പിരിറ്റ് വേൾഡിലുണ്ട്. അതായത് അവർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് ആസ് ഇൻ സ്പിരിറ്റ്. അതായത് അവർ മെൻ്റലി നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. ഫിസിക്കലി അവരെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക. ഫിസിക്കലി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക. നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷനിലേക്ക് പോകാൻ പോകുന്ന ആൾക്കാരാണ് എന്നുള്ളത് കാണുന്നു. Along with that, I say close your eyes and tell yourself that you deserve to be joyful. You can allow joy into your life regardless of circumstances you certainly find yourself in. So നിങ്ങളുടെ കണ്ണ് കൂട്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറയാം, നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാപ്തരാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫ് ഫുള്ളി ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ് എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയാം. ആൻഡ് ലൈഫിൽ ജോയ്, സന്തോഷം, സമാധാനമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അതിന് അവസരം ഒരുക്കി കൊടുക്കുക. അതായത് വേറൊരാൾ നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്ന് വിചാരിക്കരുത്. പകരം നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത്. ലൈഫ് ഇസ് എ സീരീസ് ഓഫ് കോൺസ്റ്റന്റ്ലി ഷിഫ്റ്റിംഗ് സൈക്കിൾസ്. വെൻ വി റെസിസ്റ്റ് എ ചേഞ്ച് വി റെസിസ്റ്റ് എ നോർമൽ flow of life and create unnecessary stress. Go with the flow and you will be surprised where it leads. ലൈഫ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സൈക്കിളാണ്. സോ ഈ ഒരു സൈക്കിളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ ഒബ്സ്ട്രക്ട് ചെയ്ത് വെക്കരുത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നില്ല ബിക്കോസ് അത് ചിലപ്പോൾ എനിക്ക് നല്ലതായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കാതെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ സ്റ്റെപ്പ് എടുക്കാതെ നിൽക്കരുത്. പകരം സ്റ്റെപ്സ് എടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ അത് നിങ്ങളുടെ ലൈഫിലൊരു ഫ്ലോ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു ഫ്ലോവിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഇഫ് യു കുഡ് ഡു എനിത്തിങ് വാട്ട് വുഡ് ബി? ആൻസർ ഡ്വെൽസ് ഇൻ യുവർ ഹാർട്ട്, നോട്ട് ഇൻ യുവർ മൈൻഡ്. ഫോർ ഹാർട്ട് ഇസ് എ ഗേറ്റ് വേ ടു ദ സോൾ. ഓക്കെ, ചില ഡിസിഷൻസ് നമ്മൾ ഹാർട്ട് വെച്ചിട്ട് എടുക്കണം. നമ്മളുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസിഷൻസ് വേണം നമ്മൾ എടുക്കാൻ. ആൻഡ് നമ്മളുടെ മൈൻഡ് ചിലപ്പോൾ ലോജിക്കൽ ആൻസേഴ്സ് ആയിരുന്നു തരുന്നത്. പക്ഷേ ആ ലോജിക്കൽ ആൻസേഴ്സ് നമ്മളുടെ ഹാർട്ടും, അതായത് നമ്മൾക്ക് പെർസീവ് ചെയ്യാൻ
ബുദ്ധിമുട്ടായിരിക്കും. കാരണം ലോജിക്കലി തിങ്ക് ചെയ്യുമ്പം ഓക്കെ അത് ചിലപ്പം ഡിഫിക്കൽട്ട്, നിങ്ങളുടെ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന സാധനം ഹൗ വിൽ ഐ പുട്ട് ഇൻ ദിസ് വേർഡ്, ഓക്കെ ഇതെങ്ങനെ പറഞ്ഞു തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്ത് ഒരു ഡിസിഷൻ എടുത്തു, ഓക്കെ അത് പക്ഷേ നിങ്ങളിപ്പോൾ ഉള്ള സർക്കംസ്റ്റൻസസിൽ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഇതൊരു നിങ്ങൾക്ക് പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾ രണ്ടിലും പറ്റുന്ന ഒരു ഡിസിഷൻ എടുക്കുക. അതായത് നിങ്ങളുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമോഷൻസ് അല്ലെങ്കിൽ വേറൊരാളുടെ അറ്റാച്ച്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അതിനും ഓക്കെ, നിങ്ങളുടെ ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോഴും അത് ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഡിസിഷൻസ് വേണം നിങ്ങൾ എടുക്കാൻ എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് സ്പിരിറ്റ് മെസ്സേജസ് ഇസ് ദെയർ ഫോർ യു. നിങ്ങൾക്ക് സ്പിരിറ്റ് ഒരു lot of messages ഉണ്ട്. I'll take these 3 messages in the field. If you find yourself stuck in a situation you are unhappy with, ask yourself why you are still there. Is it the fear of the unknown? Leaving toxic situation or people can be the best thing you could do for your soul and your spirit. Be fierce. So നിങ്ങളിൽ പലരും ഒരു സന്തോഷമില്ലാത്ത റിലേഷൻഷിപ്പിലോ സന്തോഷമില്ലാത്ത ഒരു കരിയറിലോ ഒരു സിറ്റുവേഷനിലോ നിങ്ങൾ സ്റ്റക്കായിരിക്കും. നിങ്ങളുടെ ചുറ്റും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ടോക്സിക് സിറ്റുവേഷനിൽ തന്നെ ഇങ്ങനെ പെട്ട് കിടക്കുകയായിരിക്കും ചിലപ്പോൾ. സോ അത് നിർത്തുക എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പം ഈ ഒരു ടോക്സിക് സിറ്റുവേഷൻ ലീവ് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ സോളിന് സമാധാനവും സന്തോഷവും തരും എന്നുള്ളതാണ് കാണുന്നത്. You are not moving too slowly. Drop the self-induced pleasure. You are at the sweet spot between taking care of yourself and still making advancement on your goals. On this path, there is no such thing being behind. Smile, breathe, carry on. നിങ്ങളെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നുണ്ടാവും. ടു ദ ലെവൽ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫ് ഹാപ്പി ആയിട്ട് സന്തോഷത്തിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്ലോ ആയിട്ട് പോവുകയല്ല, പകരം നിങ്ങൾ റൈറ്റ് പാത്തിലോട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു ട്രീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു സെൽഫ് കെയർ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്നാലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ ഗോൾസൊക്കെ നടക്കും. അതായത് നിങ്ങളെ തന്നെ ഹാപ്പി ആയിട്ട് വെക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഡേ ഇത്ര ടൈം നിങ്ങൾ റെസ്റ്റ് കൊടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഹൈപ്പർ ആക്റ്റീവ് ആവേണ്ടിയോ ഹൈപ്പർ പ്രൊഡക്റ്റീവ് ആവേണ്ടിയോ ആവശ്യമില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, രണ്ടിനും ഒരു ബാലൻസ് വെക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കെയർ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഷർ ടൈം എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഗോളിലേക്ക് പോകുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാം വരുന്നുണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾ 24/7 പഠിച്ചതുകൊണ്ട് കാര്യമില്ല. പകരം നിങ്ങൾക്ക് തന്നെ ഒരു റെസ്റ്റിംഗ് ഫേസും ഒരു ടൈമും കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ ബ്രെയിനൊരു സ്ലീപ്പ് ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. അതായത് ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളുടെ തലയിലൊക്കെ അത് പെർഫെക്റ്റ് സ്പോട്ടിലേക്ക് സെറ്റ് ആവുന്നത്. സോ ഇഫ് യു ഡോണ്ട് ഗീവ് ആ ഒരു റെസ്റ്റിംഗ് ഫേസ്, നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുകയാണ് ആ ഒരു സമയത്ത്. സോ നിങ്ങളെ ടേക്ക് കെയറും ചെയ്യണം, അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ നിങ്ങൾ ഒരുപാട് പ്രഷറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഓവറായിട്ട് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണുന്നു. Next, I see self-awareness is a key. Take time to go within and spend time with your soul. Go for a walk in nature and ground yourself. Meditate, listen to your favorite music, whatever you enjoy the most, and do that today. So, നിങ്ങൾക്ക് എന്തൊക്കെയോ ഹോബീസുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നത്, വരയ്ക്കുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഴിവുകളുണ്ടാവും. പക്ഷേ നിങ്ങളിപ്പോൾ ഈ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പി ഫേസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടാവും. സോ ഡോണ്ട് പ്ലേസ് ലിമിറ്റ്സ് അപ്പോൺ യുവർ സെൽഫ്. യു ആർ ഇൻ ഇൻഫിനിറ്റ് ബീയിങ് വിത്ത് ലിമിറ്റഡ് പൊട്ടൻഷ്യൽ. യു ക്യാൻ ഹാവ് ടു ബി എനിത്തിങ് യു വോണ്ട്. Don't hold yourself back to allow anything else to. This is your life. Live your truth and remain heart-centered at all times. നിങ്ങളുടെ ലിമിറ്റ് ചെയ്യരുത്, നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത്. സോ നിങ്ങൾ ഒരു ഇൻഫിനിറ്റ് ബീയിങ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉണ്ട്.
ആൻഡ് അതൊക്കെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, എനിക്ക് എന്തൊക്കെയോ പറയണം എന്നുണ്ട്, പക്ഷേങ്കിൽ ചിലർക്കത് റാൻറ്റിംഗ് ആയിട്ട് തോന്നും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ, well, let's see what is the moonology cards. Next is have faith in your dreams. നിങ്ങൾക്ക് വാക്സിൻ ക്രിസന്റ് മൂൺ, നിങ്ങളുടെ ഡ്രീംസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഒരു ഫെയ്ത്ത് ഉണ്ട്, ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. സറണ്ടർ ടു ദ ഡിവൈൻ. സോ നിങ്ങൾ ദൈവത്തിനടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരുടെ അടുത്താണോ അവരടുത്ത് നിങ്ങൾ സറണ്ടർ ചെയ്യുക. അവരുടെ അടുത്ത് ഇനി നിങ്ങൾ നോക്കിക്കോളും, ഞാൻ എൻ്റെ പാട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം എന്നുള്ളത് കാണുന്നു. ന്യൂ സ്റ്റാർട്ട് ഇസ് കമ്മിങ്. നിങ്ങളുടെ പലരുടെയും കാര്യത്തിൽ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. സോ മോസ്റ്റ് പ്രോബ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പുതുതെന്തോ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. സോ നിങ്ങൾ ഈ പറയുന്ന സ്ട്രെസ്, നിങ്ങളുടെ ലൈഫിലുള്ള സ്ട്രെസ്, നിങ്ങളുടെ ലൈഫിലുള്ള ഈ അനാവശ്യമായിട്ട് നിങ്ങൾ ഇൻവോൾവ് ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ന്യൂ സ്റ്റാർട്ടിനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉള്ള ആൾക്കാരാണ്. സോ അതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് ഓക്കെ, ഞാൻ എൻ്റെ പാട്ട് ചെയ്തു, ഇനി നിങ്ങൾ നിങ്ങളുടെ പാട്ട് ചെയ്യൂ എന്ന് പറയുക എന്നുള്ളതാണ് കാണുന്നത്. നെക്സ്റ്റ് ഐ സീ ദ ഫെയറി മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റ് യുവർ ഡ്രീംസ്. ഒരു കാര്യവും അനാവശ്യമായിട്ട് ആൾക്കാരടുത്ത് ഷെയർ ചെയ്യരുത്. ഒരു കാര്യം നടക്കുന്നതിൻ്റെ മുന്നേ ആൾക്കാരടുത്ത് പോയിട്ട് ഐ എം ഗോയിങ് ഫോർ എ ട്രിപ്പ്, ഞാൻ അടുത്ത ആഴ്ച ട്രിപ്പിന് പോവാണ് എന്നൊന്നും ആൾക്കാരടുത്ത് പോകുന്നതിൻ്റെ മുന്നേ പോയി പറയരുത്. ഓക്കെ, നിങ്ങൾ പെട്ടിയെടുത്ത് ഇറങ്ങി എയർപോർട്ടിലെത്തി, എയർപോർട്ടിൽ പ്ലെയിൻ കയറി അവിടെ എത്തി ഇറങ്ങിയതിന് ശേഷം വേണേൽ പറഞ്ഞു. അതിൻ്റെ മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസ് ഒന്നും ആരടുത്തും ഷെയർ ചെയ്യരുത്. അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. ഫെയറി സ്പോട്ടിങ്. ദർ ഈസ് ടൈം ഫോർ ഫെയറി sporting. If said yes, seeing is believing, but in fact opposite is true, believing is seeing. So നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ബിലീവ് ചെയ്ത് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ. അത് നിങ്ങൾക്ക് റിയാലിറ്റിയിൽ കാണാൻ പറ്റുള്ളൂ. കണ്ടിട്ടേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കാര്യത്തിൽ നടക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള വർക്ക് അതന്നെ ആദ്യം നടത്തിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബിലീഫ് ഉണ്ടാവണം. നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബിലീഫ് നിങ്ങൾക്ക് ഉണ്ടാവണം. Celebration. Get ready to let your hair down and celebrate. It is time to go out to dance and play. An invitation could be on the way. Okay, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്. ദിസ് കുഡ് ബി മാരേജ്, അല്ലെങ്കിൽ ദിസ് കുഡ് ബി സം യൂണിയൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലെ മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ഷൈൻ ഫ്രം വിത്തിൻ. ഓക്കെ, ഐ തിങ്ക് നിങ്ങളെ കുറച്ച് ആൾക്കാർ ബ്യൂട്ടി ഷെയ്മിങ് അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അതിനുള്ള ട്രോമ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം. ആൻഡ് നിങ്ങളുടെ ഉള്ളിലുള്ള ബ്യൂട്ടി പുറത്തേക്ക് വരുന്ന ഒരു ടൈമാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സെൽഫ് ആക്സെപ്റ്റൻസ് ആണ്. നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കുന്നു ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ ഇങ്ങനത്തെ ബോഡിയിലിരുന്നാലും ഞാൻ ഓക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു മൊമെൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്. ബാക്കിയുള്ളവരുടെ വാലിഡേഷന് നിങ്ങൾക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളുടെ ഭംഗിയിൽ നിങ്ങൾ ഓക്കെയാണ് എന്നുള്ള ആ ഒരു മൊമെൻറ്റ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഷൈൻ ചെയ്യാൻ തുടങ്ങും. വെൻ യു ആക്സെപ്റ്റ് യുവർ സെൽഫ്, യു നോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനും നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ വിശ്വസിക്കുന്ന സമയത്ത് യു വിൽ ഫീൽ ദാറ്റ് നിങ്ങളുടെ പല കാര്യങ്ങളും വാസ് ഇംപ്രൂവിങ്. യുവർ സ്കിൻ വിൽ ഇംപ്രൂവ്, യുവർ ബോഡി വിൽ ഇംപ്രൂവ്, യുവർ ഫിസിക്കൽ ഹെൽത്ത് വിൽ ഇംപ്രൂവ്. ഇതൊക്കെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ബോഡീസ് ഓക്കെ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മൊമെൻറ്റിൽ പല ചേഞ്ചസും നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം ഇൻ കമൻറ്റ് സെക്ഷൻ. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് തോന്നിയോ എന്നുള്ളത് നോക്കാം. ബിക്കോസ് അതൊരു റിയൽ തിങ് ആണ്. ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് മൈ സെൽഫ്. സോ അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടിയിലും നിങ്ങളുടെ ബോഡിയിലും കോൺഫിഡൻറ്റ് ആവുന്ന മൊമെൻറ്റിൽ യു ക്യാൻ ഫീൽ ദാറ്റ് ഗ്ലോ ഇൻ യുവർ ഫേസ് എന്നുള്ളത്.
സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ, പേഴ്സണൽ പെയ്ഡ് റീഡിങ്സ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. കാരണം പേഴ്സണൽ റീഡിംഗ് ഇസ് പെയ്ഡ്. അതായിട്ട് പൈൽ നമ്പർ 4 സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നോക്കാം. ഫ്രം ദ യൂണിവേഴ്സ് എന്താണെന്ന് നോക്കാം. സോ ഫോർ പീപ്പിൾ ഹു ഹാവ് ചൂസൺ പൈൽ നമ്പർ 4, നിങ്ങൾക്ക് ഫ്രം ദ യൂണിവേഴ്സ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജസ്, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിനുള്ള മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. ഐ സേ വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ചില നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് മന്ത്സ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു എനർജിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു. ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടെ ഇൻഫർമേഷൻസ് ഗെയിൻ ചെയ്യണം എന്നുള്ളത് കാണുന്നു. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിച്ച് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കി ഒരു ഇൻഫർമേഷൻ ഗെയിൻ ചെയ്തിട്ട് വേണം മുന്നിലോട്ടേക്ക് പോകാൻ. യെസ്, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള യൂണിവേഴ്സ് കൺഫേം ചെയ്യുന്നു. ആസ്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾ പലരിടത്തുനിന്നും ഹെൽപ്പ് ചോദിക്കാൻ മടിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആവും എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഐ സേ കോംപ്രമൈസ്. എല്ലാ കാര്യത്തിലും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്ന് വിചാരിക്കരുത്. പല സംഭവത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പം ടൈം വിത്ത് ഫാമിലി ആയിരിക്കാം, ടൈം വിത്ത് സം വൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു ടൈം ആയിരിക്കാം. അങ്ങനെയുള്ള കോംപ്രമൈസസ് നിങ്ങൾ ചെയ്യേണ്ടി വരുമായിരിക്കാം. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കാണുന്നു. അലോങ് വിത്ത് ദാറ്റ് ഐ സീ ചൂസ് എ ന്യൂ ഡയറക്ഷൻ. നിങ്ങൾ പല കാര്യങ്ങളിലും പോകുന്ന വഴി ചിലപ്പം തെറ്റായിരിക്കാം. അതിന് ഒരു പുതിയ ഡയറക്ഷൻ ചൂസ് ചെയ്യണം എന്നുള്ളത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നു. വാട്ട് ഈസ് ദ സ്പിരിറ്റ് മെസ്സേജസ് ഫോർ യു? ഐ സീ 3 മെസ്സേജസ്. ഓക്കെ, നിങ്ങളുടെ ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ ഒരുപാട് ട്രയൽ, അതായത് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ. അത് ഇപ്പോഴും നിങ്ങൾ ആ പരീക്ഷണങ്ങളിലൂടെ തന്നെ ട്രയലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊക്കെ കിട്ടിയ ഒരു പവർ ഉണ്ട്, ഒരു സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. സോ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ ഹോൾഡ് ഡൗൺ ചെയ്തിട്ട് മുന്നോട്ടേക്ക് തന്നെ പോവുക എന്നുള്ളത് കാണുന്നു. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനഫ് എഫോർട്ട് എടുത്തിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നു. ഓക്കെ, ആൻഡ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എന്തൊരു ഡിഫിക്കൽറ്റി ആണെങ്കിലും അത് അത്രയും ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യില്ല. എല്ലാത്തിനും ഒരു എൻഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മോശം ഫീലിങ്സ് ഉണ്ട്, എന്തെങ്കിലും കാര്യത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ തോട്ട്സൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ട് കളയാം. ആ ഒരു ഫീൽ ഗുഡ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയാം. നിങ്ങൾക്ക് സമാധാനം, സന്തോഷം, സ്നേഹം ഒക്കെ കിട്ടുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് പറയുന്നു. ആൻഡ് നിങ്ങൾ മുന്നിലോട്ടേക്ക് തന്നെ പോവുക. അതായത് പുറകോട്ടേക്ക് പോകാൻ ശ്രമിക്കരുത്. അതായത് ഓക്കെ, ഞാൻ സെറ്റിൽ ഫോർ ലെസ് എന്ന് പറയില്ലേ, നമ്മൾ ഇതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ കുറച്ച് ചെറിയ കാര്യത്തിൽ പോയി സെറ്റിൽ ചെയ്യാം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ വെക്കുകയും ചെയ്യണ്ട. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ നിങ്ങളുടെ ലൈഫിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് തന്നെ മുന്നോട്ടേക്ക് തന്നെ പോകാൻ ശ്രമിക്കുക. നിങ്ങൾ എത്തിയടുത്തുനിന്ന് താഴോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കരുത്. ആൻഡ് നിങ്ങൾ ഒരു കറക്റ്റ് പാത്തിലാണ് വാക്ക് ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങൾ ഷുവർ ചെയ്താൽ മതി. നിങ്ങൾ എന്നിട്ട് ട്രസ്റ്റ് ചെയ്ത് മുന്നിലോട്ടേക്ക് തന്നെ പോവുക എന്നുള്ളത് കാണുന്നു. വാട്ട് ഈസ് എ ലവ് ഓറക്കിൾ മെസ്സേജസ് ഫോർ യു? ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പറ്റി തന്നെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാകാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഇസ് ലൈക്ക് നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കും. വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളൊരു പെയിൻഫുൾ സിറ്റുവേഷനിൽ പെട്ട പോലെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇതൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകേണ്ടി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. വെയിറ്റ് ചെയ്യുക. നിങ്ങൾ റഷ് ചെയ്യണ്ട. നിങ്ങളുടെ കാര്യങ്ങൾ നടന്നോളും. അതിൻ്റേതായിട്ടുള്ള കോഴ്സിൽ അതിൻ്റേതായിട്ടുള്ള ടൈമിൽ അത് നടന്നോളും. നിങ്ങൾ അതിനെ റഷ് ചെയ്യണ്ട. അത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ പുഷ് ചെയ്യേണ്ട എന്നുള്ളത് കാണുന്നു. ഇനി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക.
വിശ്വാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, നിങ്ങളെ പറ്റിയിട്ട് തന്നെ ആയിക്കോട്ടെ, നിങ്ങളിൽ തന്നെ വിശ്വാസം വയ്ക്കുക. അത് ട്രാൻസ്ഫോർമേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിൽ നിങ്ങൾ വിശ്വാസം വെക്കുന്നതും ആക്സെപ്റ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഈ ചേഞ്ചിനെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈസിലി മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് തോന്നും എന്നുള്ളത് കാണുന്നു. ഇനി നിങ്ങളുടെ മൂൺ ഫേസ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് യുവർ മൂൺ ഫേസ് റൈറ്റ് നൗ? Okay, full moon in Aquarius, so show the world the real you. നിങ്ങൾ ഇപ്പോൾ കുറച്ച് നിങ്ങളെ ബാക്കിലോട്ടേക്ക് വലിച്ചിട്ടായിരിക്കും നിങ്ങളുടെ വേൾഡ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇതുവരെ കണ്ടിട്ടില്ല. സോ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ മുന്നിൽ കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക്. അതായത് നിങ്ങൾക്ക് ഇതൊന്നല്ല, ഇതിനേക്കാളും കൂടുതൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഫുൾ പൊട്ടൻഷ്യൽ യൂണിവേഴ്സിന് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. A new romantic cycle begins, new moon in Libra. നിങ്ങളുടെ പലരുടെയും കാര്യത്തിൽ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷനും, അതേപോലെ റിലേഷൻഷിപ്പിൽ അല്ലാത്ത ആൾക്കാർക്ക് ന്യൂ റിലേഷൻഷിപ്പിനുമുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. A fiery climax approaches. നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലൈമാക്സ് വരുന്നുണ്ട്, എന്തോ ഒരു കാര്യത്തിൻ്റെ എൻഡാണ് എന്നുള്ളത് കാണുന്നു. അതൊരു എന്താ പറയുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു, അത് ക്ലൈമാക്സ് ആയിട്ട് പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. അതായത് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം പല കാര്യങ്ങളും തരാൻ വേണ്ടിയിട്ട്, പക്ഷെ അതിന് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. സോ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സംഭവം കംപ്ലീറ്റ് ആയാൽ മാത്രമേ യൂണിവേഴ്സും അല്ലെങ്കിൽ ദൈവവും അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. സോ അതിനുള്ളൊരു വഴി ഒരുക്കി കൊടുക്കുക. A time to give rather than take. ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളിലും സമയം കൊടുക്കുക. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് അട്രാക്ട് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കുക എന്നുള്ളത് കാണുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ ഇത്രയും കാര്യം ചെയ്തിട്ട് ഇത് ഈ സമയത്തിനുള്ളിൽ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടാവും, പക്ഷെ അത് ഇതിനേക്കാളും കുറച്ചുകൂടെ സമയം എടുക്കാം എന്നുള്ളത് കാണുന്നു. ആൻഡ് കോൺഫിഡൻസ് ഈസ് എ കീ ടു സക്സസ്. ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളിലും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നേരത്തെയും ഈ ഒരു കാർഡ്സിലൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ കുറച്ച് കോൺഫിഡൻസ് ഇല്ലാതെ ഇരിക്കുക നിങ്ങളുടെ പല കാര്യങ്ങളിലും. എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഇതിനെ ഒരു നെഗറ്റീവ് ആയിട്ട് കാണുക, അല്ലെങ്കിൽ നിങ്ങളെ നെഗറ്റീവായിട്ട് കാണുക, എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വാസം ഇല്ലാതിരിക്കുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സക്സസ് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം, ഇത് സക്സസ് ആണ്, ഇതെനിക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഇതെൻ്റെ ലൈഫിൽ വരും എന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. സോ ഐ എം സോ ഹാപ്പി. നിങ്ങളുടെ റീഡിങ്ങിൽ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു ഫെയറി മെസ്സേജസും കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് എ ഫെയറി മെസ്സേജസ്. ഐ സി ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷൻ ഒരു വാക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റീഡിങ്ങിൽ കുറച്ച് കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ചേഞ്ചിങ് ഫേസിലാണ് ഉള്ളത് എന്നുള്ളത് കാണുന്നു. ഇൻസ്പിറേഷൻ, ബി പ്രിപ്പയർഡ് ആസ് യു റിസീവ് എ വിസിറ്റ് ഓഫ് എ ഫെയറി ഓഫ് ഇൻസ്പിറേഷൻ. നിങ്ങൾക്ക് ചില ഇൻസ്പിറേഷന് കുറവുണ്ട്. ചില ആൾക്കാരെ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് നിങ്ങളുടെ അതേ ജേർണിയിലുള്ള, അതായത് നിങ്ങളുടെ അതേപോലെയുള്ള ആൾക്കാരുടെ അവരെങ്ങനെയാണ് ആ ഒരു പ്രശ്നം ടാക്കിൾ ചെയ്തതെന്ന് നോക്കുക. അവരെങ്ങനെയാണ് ഈ ലൈഫിൽ എന്താണ് അവർ ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ആൻസേഴ്സ് അവരുടെ നിന്നും കിട്ടും എന്നുള്ളതാണ്. ലുക്ക് ഫോർ ആൻ ഇൻസ്പിറേഷൻ. അതായത് നമ്മൾ ഈ ഒരാളെ നമ്മൾ കാണുമല്ലോ, ഈ ഇന്ന പേഴ്സൺ എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ. ദെൻ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. പ്ലേ അറൗണ്ട്. നിങ്ങൾ ആ ഒരു കുഞ്ഞു കുട്ടിയായപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നസെൻസ്, അതിനെയൊക്കെ കൂടുതലും പൊടി തട്ടിയെടുക്കുക. ആൻഡ് ബി ഹാപ്പി അറൗണ്ട്. ആൻഡ് നിങ്ങൾ ചൈൽഡ്ഹുഡിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് സ്പെൻഡ് ടൈം മോർ വിത്ത് ചിൽഡ്രൻ ആൻഡ് പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സ് അവരൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇന്നർ ചൈൽഡ് ഹാപ്പി ആവും. അതായത് നമ്മളുടെ കുട്ടിയായിരുന്നിരിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ഒരു എനർജി കിട്ടും മുന്നിലോട്ടേക്ക് പോകാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ. സോ ദാറ്റ് ഇസ് വാട്ട് ഐ സീ. സോ ഐ എം ഹാപ്പി വിത്ത് യുവർ മെസ്സേജസ് ആസ് വെൽ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് പല കാര്യങ്ങളിലും നിങ്ങൾ ചേഞ്ചസ് വരുത്തേണ്ടതുമുണ്ട്. ആസ് എൻ നിങ്ങളെ കോൺഫിഡൻസ് ഇല്ലാതെ കാണുന്നതും ആൻഡ് ഒരു സ്റ്റെപ്പ് എടുക്കാതിരിക്കുന്നതും ഒക്കെയുള്ളതായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങളൊരു ഡിസിഷൻസ് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് ഏഞ്ചൽസ് കൺഫേം ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.